നമസ്കാരം. ഞാൻ കാഥികൻ ഐലം ഉണ്ണികൃഷ്ണൻ. ബി സാംബശിവൻ സാംസ്കാരിക വേദി അവതരിപ്പിക്കുന്ന എം കുഞ്ഞിശങ്കരൻ ഭാഗവതർ ഫൗണ്ടേഷൻ നടത്തുന്ന കഥാപ്രസംഗ മഹോത്സവം ഇന്ന് 9ാം ദിവസമാണ്. 8 ദിവസങ്ങളിലായി 10 കഥാപ്രസംഗ പരിപാടികൾ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. എല്ലാ പരിപാടിക്കും നിങ്ങൾ ഹാർദവമായ സ്വീകരണമാണ് നൽകുന്നത്. നല്ല നിരൂപണങ്ങൾ, തെറ്റുകളും കുറ്റങ്ങളും ഒരുപാട് പേര് പറഞ്ഞു തന്നു. ഒരുപാട് പേര് ലൈക്ക് ചെയ്തു, സബ്സ്ക്രൈബ് ചെയ്തു, കമൻറ്റ് ചെയ്തു. എന്തായിരുന്നാലും ഈ പരിപാടികളെല്ലാം നിങ്ങൾ 2 കൈ നീട്ടി സ്വീകരിച്ചു. കഥാപ്രസംഗം എന്ന കലാരൂപത്തോട് നിങ്ങൾ കാണിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമായി ഞാനിതിനെ കാണുന്നു. ഇനി 3 കഥാപ്രസംഗം കൂടിയാണ് 2 ദിവസമായി അവതരിപ്പിക്കാനുള്ളത്. ഇന്ന് 2 കഥാപ്രസംഗങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ഇന്നത്തെ വേദി കാഥികൻ മണമ്പൂർ ഡി രാധാകൃഷ്ണൻ കഥാപ്രസംഗ വേദിയാണ്. മണമ്പൂർ ഡി രാധാകൃഷ്ണൻ എൻ്റെ ഗുരുനാഥനാണ്. എന്നെ കഥാപ്രസംഗം പഠിപ്പിച്ച എൻ്റെ അഭിവന്ദ്യ ഗുരുനാഥൻ. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സായിരിക്കാം എന്നെ ഈ നിലവാരത്തിലെത്തിച്ചത്. കഥാപ്രസംഗ രംഗത്തിൻ്റേതായ ഒരു വഴിത്താര ഉണ്ടാക്കിയെടുക്കാൻ എന്നെ സഹായിച്ചത് കാഥികൻ മണമ്പൂർ ഡി രാധാകൃഷ്ണൻ എന്ന എൻ്റെ ഗുരുനാഥൻ തന്നെയാണ്. അദ്ദേഹത്തിനെക്കുറിച്ച് ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ഇനിയും ഞാൻ അദ്ദേഹത്തിൻ്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും തന്നെ കടക്കുന്നില്ല. കഥാപ്രസംഗത്തിന് വേണ്ടി മാത്രം ജീവിച്ച ഒരു കാഥികനായിരുന്നു മണമ്പൂർ ഡി രാധാകൃഷ്ണൻ. ജീവിതത്തിലുള്ള സമ്പാദ്യം എന്ന് പറയുന്ന ഒരുപാട് സുഹൃത്തുക്കളാണ് അദ്ദേഹത്തിന്. ഇടതുപക്ഷ സഹയാത്രികനായിരുന്ന അദ്ദേഹത്തിന് ഒരുപാട് അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട്. ഒരുപാട് സുഹൃത്തുക്കൾ, പലരും അദ്ദേഹത്തെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഒരുപാട് വേദനയോടുകൂടി തന്നെയാണ് 5 വർഷക്കാലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഈ ലോകത്തിനോട് യാത്ര പറഞ്ഞത്. എങ്കിലും മണമ്പൂർ ഡി രാധാകൃഷ്ണൻ എന്ന കാഥികൻ കഥാപ്രസംഗ രംഗത്ത് തൻ്റേതായ കൈവപ്പ് ചാർത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രേമപൂജ എന്ന ഒറ്റ കഥ മതി അദ്ദേഹത്തെ നമുക്കെല്ലാം അംഗീകരിക്കാൻ. ആദ്യകാലത്ത് കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തുംഗഭദ്ര എന്ന ഒരു കഥ അദ്ദേഹം അവതരിപ്പിച്ചു. ആ കഥ തയ്യാറാക്കിയത് പരവൂർ രാമചന്ദ്രൻ എന്ന സാഹിത്യ നായകനായിരുന്നു. അന്ന് അദ്ദേഹത്തെ ആൾക്കാർ വിളിച്ചിരുന്നത് തുംഗഭദ്ര രാധാകൃഷ്ണൻ എന്നായിരുന്നു. അങ്ങനെ കഥാപ്രസംഗ രംഗത്ത് തൻ്റേതായ വെന്നിക്കൊടി പാറിച്ച എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ്റെ നാമധേയത്തിലാണ് ഇന്നത്തെ കഥാപ്രസംഗ വേദി. കാഥികൻ മണമ്പൂർ ഡി രാധാകൃഷ്ണൻ കഥാപ്രസംഗ വേദി. ഇന്ന് ഈ പരിപാടികളെല്ലാം ഉദ്ഘാടനം ചെയ്യുന്നത്, ഇന്നത്തെ കഥാപ്രസംഗവും എൻ്റെ പിതാവായ എം കുഞ്ഞിശങ്കരൻ ഭാഗവതരെ അനുസ്മരിക്കുന്നതും കാഥികൻ ബി സാംബസാറിനെ കുറിച്ച് പ്രഭാഷണം നടത്തുന്നതൊക്കെ ഇന്നത്തെ ഉദ്ഘാടകനായ എൻ്റെ ആത്മസുഹൃത്തായ ശ്രീ വിനോദ് വൈശാഖിയാണ്. വിനോദിനെ സാംസ്കാരിക രംഗത്ത് നിൽക്കുന്നവർക്കെല്ലാം നന്നായിട്ടറിയാം. കാരണം വളരെ പെട്ടെന്ന് ഉയർന്നു വന്ന ഒരു കവിയാണ് വിനോദ് വൈശാഖി. നിമിഷ നേരം കൊണ്ട് കവിത എഴുതുന്ന, ഒരുപാട് പുസ്തകങ്ങൾ അച്ചടിച്ച് ഇറക്കിയിട്ടുള്ള, എന്നും തിരുവനന്തപുരത്തിൻ്റെ സാംസ്കാരിക രംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രതിഭാസമാണ് വിനോദ് വൈശാഖി. അപ്പോൾ ഇന്ന് രാവിലെ വിളിച്ചു പറയും, അണ്ണാ ഇന്ന് വൈകുന്നേരം അണ്ണൻ്റെ കഥാപ്രസംഗമുണ്ട്, 4 മണിക്ക് മാനവീയം വീഥിയിലാണ്, കൃത്യമായിട്ടെത്തിയിരിക്കണം. പക്ഷെ 4 മണിക്ക് ഞാനവിടെ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാഥികൻ ചെല്ലുമ്പോൾ, പുള്ളി ആവശ്യപ്പെട്ട കാഥികനോ മറ്റേതെങ്കിലും കലാകാരനോ ചെല്ലുമ്പോൾ അവിടെ ജനങ്ങൾ നിറഞ്ഞു കവിഞ്ഞിരിക്കും. അങ്ങനെ പെട്ടെന്ന് തന്നെ പരിപാടികൾ സംഘടിപ്പിക്കാൻ കഴിയുന്ന ഒരു അനുഗ്രഹീതനായ കലാകാരനാണ് ശ്രീ വിനോദ് വൈശാഖി. ആ വിനോദ് വൈശാഖിയാണ് ഇന്നത്തെ പരിപാടികളെല്ലാം ഉദ്ഘാടനം ചെയ്യുന്നത്. ഇന്നത്തെ 2 കഥാപ്രസംഗങ്ങളും കുമാരി സംഗീതയുടെയും അതുപോലെ പ്രൊഫഷണൽ കഥാപ്രസംഗ രംഗത്ത് നിൽക്കുന്ന കാഥികൻ
ശ്രീ വിനോദ് ചമ്പക്കരയുടെയും കഥാപ്രസംഗങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നതും പ്രഭാഷണം നടത്തുന്നതും അനുസ്മരണം നടത്തുന്നതും ഒക്കെ ശ്രീ വിനോദ് വൈശാഖിയാണ്. ഇന്നത്തെ പരിപാടികൾക്ക് പ്രാർത്ഥനാഗീതം ആലപിക്കുന്നത് GS അധീനയാണ്. അധീന വിമൻസ് കോളേജിൽ 2ാം വർഷ സംഗീത വിദ്യാർത്ഥിനിയാണ്. അനുഗ്രഹീതയായ ഗായിക, ശാസ്ത്രീയ സംഗീതം നന്നായിട്ട് അഭ്യസിച്ച, വേദികളിൽ സംഗീത കച്ചേരി നടത്തുന്ന, ധാരാളം ഭക്തിഗാനങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള അനുഗ്രഹീതയായ ഗായികയാണ് കുമാരി GS അധീന. അധീനയാണെന്ന് പ്രാർത്ഥനാഗീതം ആലപിക്കുന്നത്. പ്രാർത്ഥനാഗീതം ആലപിക്കാൻ കുമാരി അധീനയും അതുപോലെ ഇന്നത്തെ പരിപാടികൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ പ്രസിദ്ധ കവിയായ ശ്രീ വിനോദ് വൈശാഖിയും ഞാൻ വളരെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അഖിലം നിറയുന്ന നിത്യചൈതന്യമേ, അനവദ്യ സ്നേഹത്തിൻ കേദാരമേ, അഖില ചരാചര സൃഷ്ടിക്കാധാരമേ, അകതാരിൽ വന്നു നീ നിറയണമേ. നന്മയും സ്നേഹവും കരുണയും ഭക്തിയും ശീലങ്ങളാകുവാൻ കനിയണമേ. നന്മയും സ്നേഹവും കരുണയും ഭക്തിയും ശീലങ്ങളാകുവാൻ കനിയണമേ. അജ്ഞത നീക്കുന്ന ദീപപ്രകാശമായി എന്നെന്നും എന്നെ നയിക്കണമേ. അജ്ഞത നീക്കുന്ന ദീപപ്രകാശമായി എന്നെന്നും എന്നെ നയിക്കണമേ. അഖിലം നിറയുന്ന നിത്യചൈതന്യമേ, അനവദ്യ സ്നേഹത്തിൻ കേദാരമേ, അഖില ചരാചര സൃഷ്ടിക്കാധാരമേ, അകതാരിൽ വന്നു നീ നിറയണമേ. അകതാരിൽ വന്നു നീ നിറയണമേ. പ്രിയമുള്ളവരെ, ഈ കോവിഡ് കാലം, മഹാമാരിക്കാലം, പ്രളയകാലം, കലാകാരന്മാർ അതിജീവനത്തിന് വേണ്ടി പാടുപെടുന്ന കാലം. നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പലപ്പോഴും ആശങ്കയോടെ നോക്കുന്ന കാലം. ഇവിടെയാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ സംഗീതജ്ഞൻ ശ്രീ M. കുഞ്ഞിശങ്കരൻ ഭാഗവതരുടെ പേരിലുള്ള ഫൗണ്ടേഷൻ യാഥാർത്ഥ്യമാകുന്നത്. പ്രൊഫസർ B. സാംബശിവൻ സാംസ്കാരിക വേദി നമ്മുടെ മുന്നിലെത്തിക്കുന്ന, പ്രത്യേകിച്ചും ഏറ്റവും പ്രിയപ്പെട്ട കാതികൻ ഐലം ഉണ്ണികൃഷ്ണൻ്റെ യൂട്യൂബ് ചാനലിലൂടെ എത്തിക്കുന്ന കഥാപ്രസംഗ പരമ്പരയ്ക്ക് എൻ്റെ ഭാഷാഭിവാദ്യം. 2 കഥകൾ ഇന്ന് അവതരിപ്പിക്കപ്പെടുകയാണ്. ഒന്ന്, പ്രിയപ്പെട്ട വിനോദ് ചമ്പക്കരയുടെ ഉള്ളൂരിൻ്റെ മൃണാളിനി മുൻനിർത്തിയുള്ള കഥാപ്രസംഗം. രണ്ടാമത്തേത് കുമാരി സംഗീതയുടെ കഥാപ്രസംഗം. ഈ മഴക്കാലത്ത് യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് ഇത് ആസ്വദിക്കാൻ കഴിയുമോ എന്നെനിക്കറിയില്ല. എന്നാലും നമുക്ക് വീണ്ടും കാണാൻ കഴിയും. കേരളീയ ജീവിതത്തെ തൊട്ടറിഞ്ഞ കാതികനാണ് വിനോദ് ചമ്പക്കര. ഇപ്പോൾ അടുത്ത കാലത്ത് അദ്ദേഹം സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് അധ്വാനത്തെ മുൻനിർത്തി ഒരു ചെറിയ കഥാപ്രസംഗം അവതരിപ്പിച്ചത്. ഉറുമ്പുകൾ. ഉറുമ്പുറുമ്പുറുമ്പുറുമ്പുറുമ്പുകൾ വരിവരിയായി നിരനിരയായി നീങ്ങിടുന്നുറുമ്പുകൾ. അത് കേൾക്കാൻ തന്നെ ഒരു ചേലുണ്ട്, ഇമ്പമുണ്ട്. അതിനപ്പുറത്ത് പ്രതിരോധത്തിൻ്റെ പോലീസുകാരെ അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. ഇപ്പോൾ കേരള പോലീസിലെ ജില്ലാ മോട്ടോർ ട്രാൻസ്പോർട്ട് ഓഫീസറായി അദ്ദേഹം സേവനം അനുഷ്ഠിക്കുകയാണ്. എത്രയെത്ര
കഥകൾ, 30-ൽ പരം കഥാപ്രസംഗങ്ങൾ, ഏകദേശം 4000-ത്തിലധികം വേദികൾ. ആ വിനോദ് ചമ്പക്കര ഇന്ന് നമ്മുടെ ഇടയിലേക്ക് ഒരു മഴ പോലെ സൗഹൃദമായി എത്തിച്ചേരുകയാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ കഥ കേൾക്കാം. ശരിക്കും സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് നേടിയ 15-ൽ പരം അവാർഡുകൾ നേടിയ ഒരു കാഥികൻ, ഒരു നടൻ, ഡോക്യുമെൻ്ററി സംവിധായകൻ ഒക്കെയാണ് വിനോദ് ചമ്പക്കര. വിനോദ് ചമ്പക്കരയെ നമുക്ക് ആവേശത്തോടെ തന്നെ സ്വാഗതം ചെയ്യാം. ഭാരത് ഭവനിൽ ഞാനൊരു കഥ കേൾക്കുകയാണ്. കഥ ഇങ്ങനെ ഒഴുകി വരികയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഒരു പെൺകുട്ടി വരച്ചിടുകയാണ്. കേരള സർക്കാർ ആവിഷ്കരിക്കുന്ന സമം എത്രമാത്രം സ്ത്രീ ശാക്തീകരണത്തിന് കരുത്തു നൽകുന്നു എന്നറിയണമെങ്കിൽ നമ്മൾ കുമാരി സംഗീതയുടെ കഥാപ്രസംഗം കേൾക്കണം. കർമ്മഭൂമിയുടെ കണ്ണുനീർ എന്ന കഥ കേട്ടിരിക്കുന്ന ആരും ഒരു തുള്ളി കണ്ണീർ പൊഴിക്കും എന്നതിൽ സംശയമില്ല. ദേശത്തിൻ്റെ ജീവിതത്തെ വരച്ചിടുന്ന പുതിയ തലമുറയുടെ പ്രിയപ്പെട്ട കാഥിക കുമാരി സംഗീതയും ഇന്ന് കഥ പറയുന്നു. സംഗീതയെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഥാപ്രസംഗം എന്നത് സമകാല ജീവിതത്തിൻ്റെ സംഭവങ്ങളുടെ ആവിഷ്കാരം കൂടെയാണ്. നമ്മൾ പ്രൊഫസർ വി സാംബശിവനെ കേട്ടത് ഓർമ്മിക്കുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്, ആവർത്തിച്ച് ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു. പോയി നോക്കുമോ പൊന്മകളുടെ പൂമണിയറയ്ക്കുള്ളിലായി, സത്യമല്ല ഞാൻ ചൊന്നതെങ്കിലോ ശിക്ഷ നൽകു ഞാൻ ഏറ്റിടാം. നമ്മൾ അറിയുകയാണ് ഒഥല്ലോയെ, ഇയാഗയെ, ഡെസ്ഡമോണയെ. അങ്ങനെ സാംബശിവൻ പെയ്തു നിൽക്കുന്ന ഒരു കാലത്ത് വീണ്ടും കഥാപ്രസംഗത്തിൻ്റെ പരമ്പര സൃഷ്ടിക്കപ്പെടുകയാണ്. അതിന് മുൻകൈയെടുത്ത എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഇന്നത്തെ ഈ കഥാപ്രസംഗ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അഭിവാദ്യങ്ങൾ. ഇന്നത്തെ കഥാപ്രസംഗ പരിപാടികൾ അവതരിപ്പിക്കുന്നത് കുമാരി സംഗീത. രണ്ടാമത്തെ കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത് കാഥികൻ വിനോദ് ചമ്പക്കര. കുമാരി സംഗീത അനുഗ്രഹീതയായ ഗായികയാണ്. ഗാനമേള പരിപാടികൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന, ധാരാളം ഗാനമേളകളിൽ ഒരുപാട് ട്രൂപ്പുകളിൽ പാടി ഞാൻ കേട്ടിട്ടുണ്ട്. നന്നായി പാടാൻ കഴിയുന്നൊരു ഗായികയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ MA ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കഥാപ്രസംഗം സംഗീതയുടെ ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട കലാരൂപമാണ്. അങ്ങനെയാണ് കഥാപ്രസംഗം എൻ്റെ അടുത്ത് പഠിക്കാനായിട്ട് വന്നത്. നന്നായി പാടാൻ കഴിയുന്ന സംഗീത നന്നായിട്ട് അഭിനയിക്കും, നന്നായി സംസാരിക്കും. അതുകൊണ്ട് തന്നെ കഥാപ്രസംഗം വളരെ പെട്ടെന്ന് പഠിപ്പിക്കാൻ കഴിഞ്ഞു. ഞാൻ കൂടുതലായി സംഗീതയെക്കുറിച്ചൊന്നും പറയുന്നില്ല. സംഗീത ഇന്ന് അവതരിപ്പിക്കുന്ന കഥ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിനെ ചുറ്റിപ്പറ്റി നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി മുഖ്യ കഥാപാത്രമായിട്ടുള്ളൊരു കഥയാണ്. രണ്ടാമതായി കഥാപ്രസംഗം അവതരിപ്പിക്കുന്ന വിനോദ് ചമ്പക്കരയെക്കുറിച്ച് പറയുമ്പോൾ തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ തന്നെ ആ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തരണം ചെയ്തുകൊണ്ട് കഥാപ്രസംഗത്തെ തൻ്റെ ജീവവായുവായി വളരെ നിലനിർത്തിക്കൊണ്ട് അത് കഴിഞ്ഞത് എനിക്ക് എന്തോ ഉള്ളൂ എന്നുള്ളൊരു പിടിവാശിയോടുകൂടിയായിരുന്നു ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന്, തൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരിൽ നിന്നൊക്കെ തന്നെ അനുവാദം മേടിച്ചുകൊണ്ട് കഥാപ്രസംഗ രംഗത്ത് സജീവമായിട്ട് നിലയുറപ്പിച്ചത്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലായതുകൊണ്ട് സാങ്ഷൻ കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും എല്ലാ വർഷവും പുതിയ കഥകൾ അവതരിപ്പിക്കുക, ധാരാളം കഥാപ്രസംഗങ്ങൾ അവതരിപ്പിക്കുക, അതൊരു വ്രതമാക്കി തന്നെ സ്വീകരിച്ചു. ഇന്ന് പ്രൊഫഷണൽ രംഗത്ത് നിൽക്കുന്ന കാഥികന്മാരിൽ മുൻപന്തി നിൽക്കുന്ന കാഥികനാണ് വിനോദ് ചമ്പക്കര. അദ്ദേഹം അവതരിപ്പിക്കുന്ന കഥ മൃണാളിനിയാണ്. മദ്യത്തിനെതിരായിട്ടുള്ള ശക്തമായ ഒരു കഥയാണ് മൃണാളിനി. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് രചിച്ച ഒരു ശക്തമായ കഥയാണ്. അതാണിന്ന് വിനോദ് ചമ്പക്കര ഈ വേദിയിൽ അവതരിപ്പിക്കുന്നത്. ആദ്യമായി കഥാപ്രസംഗം അവതരിപ്പിക്കാൻ സംഗീതയും, തൊട്ടു പിന്നാലെ
ഈ വേദിയിൽ കഥാപ്രസംഗ പരിപാടി അവതരിപ്പിക്കാൻ എൻ്റെ ആത്മസുഹൃത്തായ വിനോദ് ചമ്പക്കരെയും സ്നേഹത്തോടെ ഒരുപാട് ഇഷ്ടത്തോടെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മാന്യസദസ്സരെ നമസ്കാരം. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അവതരിപ്പിക്കുന്ന കഥ പറയുമ്പോൾ എന്ന പരിപാടിയിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കഥ കർമ്മഭൂമിയുടെ കണ്ണുനീർ. ദേവഗംഗതൻ തീരഭൂമിയിൽ ദേവദാരുതൻ ഛായയിൽ, ദേവഗംഗതൻ തീരഭൂമിയിൽ ദേവദാരുതൻ ഛായയിൽ, നീലവിണ്ണിനെ നോക്കി നിശ്ചലം നിൽപ്പതുണ്ടൊരാളേകനായി, നീലവിണ്ണിനെ നോക്കി നിശ്ചലം നിൽപ്പതുണ്ടൊരാളേകനായി, നിൽപ്പതുണ്ടൊരാളേകനായി. ദേവഗംഗതൻ തീരഭൂമിയിൽ ദേവദാരുതൻ ഛായയിൽ, നീലവിണ്ണിനെ നോക്കി നിശ്ചലം നിൽപ്പതുണ്ടൊരാളേകനായി, നിൽപ്പതുണ്ടൊരാളേകനായി. പുഴയൊഴുകുന്നു ഗംഗ. ആ മഹാനദിയുടെ തീരത്ത് ഒരു പൂമരത്തിന്റെ ചാരത്ത് ദേ അർത്ഥനഗ്നനായി ഒരു വൃദ്ധൻ നിൽക്കുന്നു. ഒറ്റമുണ്ടും ഊന്നുവടിയുമായി നിൽക്കുന്ന ആ വൃദ്ധനെ ശ്രദ്ധിക്കൂ. ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാ ഭഗവാന്റെ ധർമ്മരക്ഷോപായവും, ബുദ്ധന്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രന്തിദേവന്റെ ദയാവാക്കും ഒരുമിച്ച് സൂര്യശോഭ ചൊരിയുന്ന നിർമ്മല വിഗ്രഹം. സത്യത്തിന്റെ പോർച്ചട്ടയും അഹിംസയുടെ പടവാളുമായി പൊരുതി സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ മുട്ടുകുത്തിച്ച കർമ്മധീരൻ മഹാത്മാ ഗാന്ധി. ആ പൂമരച്ചൂട്ടിൽ ആരെയോ കാത്തു പ്രതീക്ഷയോടത്തേകം ദൂരെ തിരിച്ചാരി നിന്നു. ആരെയോ കാത്തു പ്രതീക്ഷയോടത്തേകം ദൂരെ തിരിച്ചാരി നിന്നു. പെട്ടെന്നൊരാൾ ഓടിക്കിതച്ച് മഹാത്മാവിന് മുൻപിലെത്തി. ബാപ്പുജി, നവഖാലിയിൽ വർഗീയ കലാപം നടക്കുന്നു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ആ വാർത്ത കേട്ട് ഒന്ന് മോതുവാനരുതാതെ പോയി മഹാത്മജി. ആ സമാധാന ദൂതൻ നവഖാലിയിൽ പാഞ്ഞെത്തി. എത്ര ഭയാനകമായ കാഴ്ച! നവഖാലി ഗ്രാമം കത്തിയെരിയുന്നു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഗ്രാമവീഥികൾ ചോരപ്പുഴകളായി മാറി. സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും ദീനരോദനം ഉയർന്നു കേൾക്കുന്നു. ശാന്തി സന്ദേശവുമായി കലാപം ശമിപ്പിക്കാൻ ഗാന്ധിജി രംഗത്ത് വന്നു. പേപിടിച്ച മതഭ്രാന്തന്മാർ തന്നെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, വർഗീയ കലാപം ശമിപ്പിച്ചേ തീരൂ. പ്രിയമുള്ളവരെ, മുമ്പ് നവഖാലി ഗ്രാമം ഇങ്ങനെ ആയിരുന്നില്ല. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരമ്മ പെറ്റ മക്കളെ പോലെ കഴിഞ്ഞിരുന്നു. എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലും അവിടെല്ലാം ഐശ്വര്യദേവതയുടെ അനഘ ദേവാലയമായിരുന്നു നവഖാലി. അവിടമൊരൈശ്വര്യ ദേവതൻ അനഘ ദേവാലയമായിരുന്നു. അവിടമൊരൈശ്വര്യ ദേവതൻ അനഘ ദേവാലയമായിരുന്നു. അവികലശാലിതൻ പൊൻതിരകൾ അവിടെ അങ്ങനെയുള്ള നവഖാലി ഇപ്പോൾ എങ്ങനെ കലാപ കലുഷിതമായി? ആ സംഭവം ഓർമ്മയിൽ ഇപ്പോഴും തീകോരിയിടുന്നു. പ്രശാന്ത മനോഹരമായ നവഖാലിയുടെ വിരിമാറിലൂടെ താഴോട്ട് കുടുങ്ങി ഒഴുകി അകലുന്ന ഒരു തടിനിയുടെ തീരത്ത് കാണാം ചെറുതായി അകലെ നിന്നാരൊരു
ചേലാർന്ന വീടും പരിസരവും കാണാച്ചെറുതായി അകലെ നിന്നാലും ചേലാർന്ന വീടും പരിസരവും. അവിടെ ഏതോ നദാംഗിയും ദേവത പോലൊരു ചേതോഹരായി ഉണ്ടായിരുന്നു. ഭംഗിയുള്ള ഒരു ഭവനം കാണുന്നു. ചിത്തരഞ്ജൻ എന്ന യുവാവിന്റെ വീടാണത്. ആ വീട്ടിൽ ചിത്തരഞ്ജനും സഹോദരിയും മാതാപിതാക്കളുമാണുള്ളത്. ചിത്തരഞ്ജന്റെ സഹോദരി കൗസല്യാദേവി ഒരു മാലാഖയെ പോലെ മനോഹരിയാണ്. തളിരുപോലധരം സുമനോഹരം ലളിത ശാഖകൾ പോലെ ഭുജദ്വയം കിളിമൊഴിക്ക് തനു കുസുമോപം മിളിതമുജ്വലമാവയൗവനം. ചിത്തരഞ്ജന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് മുഹമ്മദ് സലീം. സലീം ഒരു അനാഥനാണ്. സലീമും കൗസല്യാദേവിയും പ്രണയബദ്ധരായി. ഒരു സായന്തനം ചെന്തളിരഞ്ചുന്ന ചേലയുടുത്ത് കൂന്തലിൽ കുടമുല്ല പൂക്കൾ അണിഞ്ഞ് അമ്പിളി വിളക്ക് കൊളുത്താൻ അന്തിപ്പെണ്ണ് അണിഞ്ഞിരുന്നു. കൗസല്യാദേവി ഒരു പൂമാല പോലെ തന്റെ ഹൃദയേശ്വരന്റെ മാറിൽ തണച്ചയച്ചു. സലീം കൗസല്യാദേവിയോട് ചോദിച്ചു, കൗസല്യ, നീ എന്തിനെങ്ങനെ ഇത്രമാത്രം എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നു? ഞാനൊരു ഇസ്ലാമും നീ ഒരു ഹിന്ദുവുമാണ്. നമ്മുടെ ഈ ബന്ധം ഈ സമൂഹം അംഗീകരിക്കുമോ? എനിക്ക് ഭയമാകുന്നു. കൗസല്യാദേവി പറഞ്ഞു, സലീം, ആരെന്തും പറഞ്ഞോട്ടെ, ഞാനിതാ സമർപ്പിച്ചു ചാരു ജീവിതമാല്യം മാമകം ഭവാന. പരിശുദ്ധമായ ആ സ്നേഹബന്ധത്തിന് നല്ലവരായ ആ നാട്ടുകാർ എല്ലാവരും അനുവദിച്ചു. സലീം ഇതുമാത്രം തന്റെ പ്രിയപ്പെട്ട കാമുകിയോട് അഭ്യർത്ഥിച്ചു. കൊച്ചൊരു കോണിൽ ഒതുങ്ങിയൊരംഗമായി തന്നുവാൻ മാത്രം അനുവാദമേ. കൊച്ചൊരു കോണിൽ ഒതുങ്ങിയൊരംഗമായി തന്നുവാൻ മാത്രം അനുവാദമേ. കൗസല്യാദേവിയുടെ വീടിന് മുറ്റത്ത് ഒരു പന്തൽ ഉയർന്നു. കല്യാണപ്പന്തൽ. വിവാഹത്തിന് തലേ ദിവസം രാത്രി പുറത്തുനിന്ന് വന്ന ഒരു മതഭ്രാന്തൻ നവഖാലിയിലെ നല്ലവരായ നാട്ടുകാരുടെ മനസ്സിൽ മതവൈര്യത്തിന്റെ വിഷം കുത്തിവെച്ചു. ഒരു മുസൽമാൻ ഒരു ഹിന്ദുവിനെ വിവാഹം കഴിക്കുന്നു, നിങ്ങളത് കൈയും കെട്ടി നോക്കി നിൽക്കുന്നു. മതഭ്രാന്തന്മാരുടെ മനസ്സിൽ മതവൈര്യത്തിന് വിഷം പാമ്പുകൾ പത്തി വിടർത്തി. അന്യനാട്ടുകാരനായ ആ മതാന്ധന്റെ നേതൃത്വത്തിൽ ഒരു സംഘം മതമൗലികവാദികൾ കൗസല്യാദേവിയുടെ വീട് ആക്രമിച്ചു. ഒരാൾ കല്യാണപ്പന്തലിൽ തീ കൊളുത്തി. അവരുടെ മതഭ്രാന്ത് പോലെ അഗ്നി ആളിക്കുന്നു. ആ കാപാലികന്മാർ ചിത്തരഞ്ജനെ കൈയും കാലും കൂട്ടിക്കെട്ടി എരിയുന്ന തീയിലേക്ക് വലിച്ചെറിഞ്ഞു. കൗസല്യാദേവിയെയും മാതാപിതാക്കളെയും വെട്ടിയരിഞ്ഞു. കൗസല്യാദേവിയുടെ വേർപാട് താങ്ങാനാവാതെ സലീം ആത്മഹത്യ ചെയ്തു. അതോടെ നവഖാലിയിൽ വർഗീയ കലാപം പൊട്ടി പുറപ്പെട്ടു. അന്നുവരെ സഹോദരങ്ങളെ പോലെ കഴിഞ്ഞിരുന്നവർ മതത്തിന്റെ പേരിൽ തമ്മിലേറ്റുമുട്ടുന്നു. പേടിച്ച് ഒരു വീട്ടിൽ അഭയം തേടിയ 10 പേരെ എതിർ വിഭാഗത്തിൽപ്പെട്ടവർ ചുട്ടുകൊന്നു. നവഖാലി ഒരു ശവപ്പറമ്പായി മാറി. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന ആ മനുഷ്യസ്നേഹിയുടെ മനസ്സ് മന്ത്രിച്ചു, ഇതിനു വേണ്ടിയാണോ ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചത്? ഒരു വിവരദോഷി വിചാരിച്ചപ്പോൾ എല്ലാവരും മരിക്കുന്നു, അടിച്ചു മരിക്കുന്നു. അദ്ദേഹം മുന്നോട്ട് നീങ്ങി. മുൻപിൽ ഒരാൾക്കൂട്ടം. അദ്ദേഹം ആൾക്കൂട്ടത്തിന് നടുവിലേക്ക് എത്തി നോക്കി. മഹാത്മാവ് ആ കാഴ്ച കണ്ടപ്പോൾ ഉള്ളം പിടഞ്ഞു, ഒരു മിന്നലകത്തു പാഞ്ഞു. ദേഹം മുഴുവനും പൊള്ളലേറ്റ് ഒരു ബാലിക നിലത്തു കിടക്കുന്നു. ഒരിച്ച വെള്ളത്തിനു വേണ്ടി ആ ചുണ്ടുകൾ യാചിക്കും. ദാഹം കൊണ്ട് തൊണ്ട വരളുന്ന ആ ബാലികയ്ക്ക് ദാഹജലം നൽകുവാൻ എതിർ വിഭാഗത്തിൽപ്പെട്ട മതഭ്രാന്തന്മാർ അനുവദിക്കുന്നില്ല. ഗാന്ധിജി ദാഹജലവുമായി മുന്നോട്ട് നീങ്ങി. അരുത്, തുടരുത്! മനുഷ്യത്വം മരവിച്ച മതഭ്രാന്തന്മാർ മഹാത്മാവിനെ നോക്കി അട്ടഹസിച്ചു.
ആ ധീരൻ മുഖമുയർത്തി അവരെ ഒന്ന് നോക്കി. ഈ കുട്ടി നിങ്ങളോട് എന്തു തെറ്റു ചെയ്തു? നിങ്ങൾക്ക് മനുഷ്യരക്തം കൂടിയേ തീരുമെങ്കിൽ ഇതാ ഈ വൃദ്ധന്റെ ചോര കൊണ്ട് തൃപ്തരാകും. ആ ധീരതയ്ക്ക് മുൻപിൽ ക്രൂരതയ്ക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല. അഹിംസാമൂർത്തി ആ ബാലികയെ വാരിയെടുത്തു മടിയിൽ വച്ചു. അദ്ദേഹം ആ വരണ്ട ചുണ്ടുകളിലേക്ക് ആ കുട്ടി പാടുപെട്ട് കണ്ണു തുറന്നു മഹാത്മാവിനെ ഒന്ന് നോക്കി. കഥ പറയും രണ്ട് കരിനീലമിഴികൾ വിട പറയുകയായിരുന്നു. കഥ പറയും രണ്ട് കരിനീലമിഴികൾ വിട പറയുകയായിരുന്നു. ആ കൊച്ചു കണ്ണുകളടഞ്ഞു. എന്നേക്കുമായി ആ കൊച്ചു കുഴിമാടത്തിൽ ഒരു പനി നീർമല പിറയാർന്ന കൈകളാൽ ഒരു പനി നീർമല പിറയാർന്ന കൈകളാൽ ഒരു മതത്തിന്റെ പേരിൽ പോർവിളി നടത്തുന്നവരോട് അദ്ദേഹം പറഞ്ഞു, തമ്മിൽ തള്ളരുത്, കൊല്ലരുത്. നിങ്ങൾ സഹോദരങ്ങളാണ്, ഒരമ്മയുടെ മക്കൾ, ഭാരതാംബയുടെ മക്കൾ. അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ ജനഹൃദയങ്ങളിൽ സ്പർശിച്ചു. അവർ പ്രതിജ്ഞ ചെയ്തു, മതമേതായാലും മരണം വരെ ഞങ്ങൾ സഹോദരങ്ങളായിരിക്കും. ദേ ആ സമാധാന ദൂതൻ നടന്നു നീങ്ങുന്നു. പ്രിയമുള്ളവരെ, കർമ്മഭൂമിയുടെ കണ്ണുനീറുന്ന കഥാപ്രസംഗം ഇവിടെ പൂർണ്ണമാകുമ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, മതഭീകരതയുടെ കാളസർപ്പങ്ങൾ ഭാരതത്തിൽ ഇപ്പോഴും പത്തി വിടർത്തി വിഷം ചീറ്റുന്നില്ലേ? പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് ഒരുമിച്ച് ഉറക്കെ പ്രഖ്യാപിക്കാം, ഇന്ത്യ ഹിന്ദുവിന്റേതല്ല, മുസ്ലിമിന്റേതല്ല, ക്രിസ്ത്യാനിയുടേതല്ല, ഇന്ത്യ ഇന്ത്യക്കാരന്റേതാണ്. അഭിവാദനങ്ങൾ. സാരേ ജഗാ സേ അച്ഛാ ഹിന്ദുസിതാ ഹമാര ഹമാര, സാരേ ജഗാ സേ അച്ഛാ ഹിന്ദുസിതാ ഹമാര ഹമാര, സാരേ ജഗാ സേ അച്ഛാ. നന്ദി, നമസ്കാരം. നമസ്കാരം. ഇതൊരു പഴയ കഥയാണ്, എങ്കിലും കാലിക പ്രസക്തം. കഥാപ്രസംഗ കലാജീവിതത്തിൽ എൻ്റെ തുടക്കകാലത്ത് ഞാൻ പറഞ്ഞ കഥ. പുതുമ ഇഷ്ടപ്പെടുന്ന ഇക്കാലത്ത് കഥാപ്രസംഗത്തിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയാൻ ശ്രമിക്കട്ടെ. കഥ മൃണാളിനി. നക്ഷത്രങ്ങൾ പോലും ഇരുട്ടിനെ പേടിച്ച് കണ്ണുകൾ തുറക്കാത്ത ഒരു ഭീകര രാത്രി. ഘോരമാങ്ങിരുട്ടിന്റെ താണ്ഡവം നടക്കുന്നു, താരകൾ പോലും പേടിച്ചരണ്ട് കൺ തുറന്നില്ല. ഘോരമാങ്ങിരുട്ടിന്റെ താണ്ഡവം നടക്കുന്നു, താരകൾ പോലും പേടിച്ചരണ്ട് കൺ തുറന്നില്ല. സമയം ഏതാണ്ട് പാതിരാത്രിയോടടുത്തു. നിശബ്ദമായ അന്തരീക്ഷം. എല്ലാവരും വിളക്കണച്ച് ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞു. ആ രാത്രിയുടെ ഏകാന്തതയിൽ അതാ വെളിച്ചത്തിൻ്റെ ഒരു നേർത്ത രേഖ വളരെ ദുർബലമായി പ്രകാശിക്കുന്നു. സൂക്ഷിച്ചു നോക്കിയാൽ ഒരു ഓലപ്പഴുതിലൂടെയാണ് അത് കടന്നു വരുന്നതെന്ന് കാണാം. ഒരു പൊട്ടക്കുടിലിൻ്റെ പൊളിഞ്ഞ ഓലമറയുടെ സുഷിരത്തിലൂടെ. ശരിയാണ്, ചുറ്റുവട്ടത്തുള്ള എല്ലാ വീടുകളിലെയും വെളിച്ചമണഞ്ഞിട്ടും ആ കുടിലിൽ മാത്രം നേരിയ പ്രകാശമുണ്ട്. പഞ്ചായത്ത് വഴിയുടെ ഓരം പറ്റി
പുറമ്പോക്ക് ഭൂമിയിൽ ഈ അടുത്ത കാലത്ത് കെട്ടിയുണ്ടാക്കിയതാണ് ഈ ചെറ്റക്കുടിൽ. വൃത്തവും കോണും ചതുരവുമല്ലതിൽ എത്തി നോക്കിയിട്ടില്ല ശില്പിതന്ത്രം. വൃത്തവും കോണും ചതുരവുമല്ലതിൽ എത്തി നോക്കിയിട്ടില്ല ശില്പിതന്ത്രം. വണ്ണം കുറഞ്ഞൊരു 2 ചാൺ പൊക്കത്തിൽ മണ്ണു ചുവരുണ്ടകത്തു ചുറ്റും. വണ്ണം കുറഞ്ഞൊരു 2 ചാൺ പൊക്കത്തിൽ മണ്ണു ചുവരുണ്ടകത്തു ചുറ്റും. മണ്ണ് കുഴച്ചുണ്ടാക്കിയ കട്ടകൾ കൊണ്ട് കെട്ടിയ ആ ചെറിയ ചുവരിൻ്റെ ബാക്കി ഭാഗം ഓല കൊണ്ട് മറച്ചിരിക്കുന്നു. ആ ഓലമറ മാറ്റി അകത്തേക്ക് നോക്കിയാൽ പൊട്ട മണ്ണെണ്ണ വിളക്കൊന്നു മാത്രം, പൊട്ട മണ്ണെണ്ണ വിളക്കൊന്നു മാത്രം വെട്ടം വരത്താനുണ്ടാ പുൽക്കുടിലിൽ. ആ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ കണ്ണീർ ചാലുകൾ കവിളിലൂടെ ഒഴുകുന്ന ഒരു സ്ത്രീരൂപം കുത്തിയിരിക്കുന്നു. അവൾ ആരെയോ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എല്ലും തോലുമായ ആ സ്ത്രീയുടെ മടിയിൽ അസ്ഥി മാത്രമായ ഒരു പിഞ്ചു കുഞ്ഞ് കിടന്നു മയങ്ങുന്നു. പൊള്ളുന്ന പനി ആ കുരുന്നിനെ ഒരു തീച്ചോളയാക്കി മാറ്റിയിരിക്കുന്നു. വരണ്ട ചുണ്ടുകൾ ചിലപ്പോൾ ചലിക്കുന്നുണ്ട്. ചുടു കണ്ണീരല്ലാതെ ആ ചുണ്ടുകളിലേക്ക് എത്തിക്കുവാൻ ആ അമ്മയുടെ കൈവശം മറ്റൊന്നുമില്ല. ദാരിദ്ര്യ പിശാചിന്റെ ചെകുത്താൻ കോട്ടയാണ് ഈ കുടിൽ. 2 മൺചട്ടികൾ കരിപറ്റി കീറിയ മുള്ളുകൾ, 2 പഴങ്കലങ്ങൾ. 2 മൺചട്ടികൾ കരിപറ്റി കീറിയ മുള്ളുകൾ, 2 പഴങ്കലങ്ങൾ. ഇടയിലൊരമ്മയും പിഞ്ചു കുഞ്ഞും, ഇവയാണിവിടുത്തെ ഉള്ളടക്കം. ഇടയിലൊരമ്മയും പിഞ്ചു കുഞ്ഞും, ഇവയാണിവിടുത്തെ ഉള്ളടക്കം. പ്രിയമുള്ളവരെ, ഈ കുടിലിലെ മനുഷ്യജീവികളുടെ കഥയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. മലയാളത്തിൻ്റെ മണിക്കിരീടത്തിൽ ചൂടാമണി ചാർത്തിച്ച, കവിത്രയങ്ങളിൽ ഉജ്ജ്വല ശബ്ദാഠ്യനെന്ന് പുകൾപെറ്റ കവി സാർവഭൗമനും പണ്ഡിത വരേണ്യനുമായ മഹാകവി ഉള്ളൂരിൻ്റെ ഈടുറ്റ തൂലികത്തുമ്പിലൂടെ ഊർന്നു വീണ മനോഹാരിണിയായ മൃണാളിനി. മദ്യം മനുഷ്യനെ അർബുദം പോലെ കാർന്നു തിന്നുന്ന ഒരു മാരക രോഗമാണ്. നമ്മുടെ യുവജനതയെ കർമ്മവിമുഖരാക്കി നാടിൻ്റെ പുരോഗതിയെ തന്നെ അത് തടസ്സപ്പെടുത്തുന്നു. ഒരു സാമൂഹ്യ വിപത്തായി അത് മാറിയിരിക്കുന്നു. മനുഷ്യൻ്റെ ശരീരത്തിലും മനസ്സിലും മദ്യം രോഗത്തിൻ്റെ വിത്തുകൾ പാകുന്നു. മോഷണം, അക്രമം, കൊലപാതകം തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരിൽ നല്ലൊരു പങ്കും മദ്യാസക്തിയാൽ അധമവാസനയേറി പൗരബോധം നഷ്ടപ്പെട്ടവരാണെന്ന് കാണാം. അതുമാത്രമല്ല, വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങളിൽ ഏതാണ്ട് 75-80% ഡ്രൈവറുടെ മദ്യപാനത്തിൻ്റെ ഫലമാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. ചുരുക്കത്തിൽ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും മദ്യം കൊടിയ വിഷം വിതറുന്നു. മഹാകവി ഉള്ളൂർ മദ്യത്തിനെതിരെ ജനങ്ങൾക്കൊരു സന്ദേശം നൽകുകയാണ് ഈ കവിതയിലൂടെ. മൃണാളിനി. അതിമനോഹരമായ ഒരു ഗ്രാമം. ആ ഗ്രാമഹൃദയത്തിലൂടെ ഒരു മഞ്ഞത്തുമ്പിയെപ്പോലെ പാർന്നു നടക്കുന്ന ഒരു കൊച്ചു സുന്ദരി. അവളാണ് നമ്മുടെ കഥാനായിക മൃണാളിനി. സാമാന്യം ഭേദപ്പെട്ട ഒരു കുടുംബത്തിലാണ് അവൾ ജനിച്ചത്. കുടുംബത്തിൽ എല്ലാവരുടെയും സ്നേഹഭാജനം. ചാബല്യങ്ങൾക്ക് വിധേയാവാതെ മൃണാളിനി വളർന്നു. ഇന്ന് അവളൊരു യുവതിയാണ്, അതിസുന്ദരിയായ ഒരു പെണ്ണ്. ചെമ്പനീർ പൂവല്ല, ചെന്താമരയല്ല, സന്ധ്യതൻ സിന്ദൂര വർണ്ണമല്ല. ചെമ്പനീർ പൂവല്ല, ചെന്താമരയല്ല, സന്ധ്യതൻ സിന്ദൂര വർണ്ണമല്ല. മാലിനി തീരത്തെ മാൻപേടയെ പോലെ ശാലിനയാണവൾ മൃണാളിനി. മാലിനി തീരത്തെ മാൻപേടയെ പോലെ ശാലിനയാണവൾ മൃണാളിനി. നല്ല അടക്കോ ഒതുക്കോ ഉള്ള പെണ്ണ്. വീട്ടുകാർ ആലോചിച്ചുറപ്പിച്ച വിവാഹം മതിയെന്ന് കരുതി അടങ്ങി ഒതുങ്ങിക്കഴിഞ്ഞു. യഥാകാലം വിവാഹാലോചന വന്നു. സുന്ദരനും സുമുഖനുമായ ഒരു യുവാവ്, പേര് ഭദ്രൻ. അയാളെക്കുറിച്ച് പറഞ്ഞാൽ, കാഴ്ചയിൽ സുന്ദരൻ,
കാമിനിമാർക്കൊക്കെ കണ്ണിനു കൗതുകം നൽകുന്ന കോമളൻ, കാഴ്ചയിൽ സുന്ദരൻ. കാമിനിമാർക്കൊക്കെ കണ്ണിനു കൗതുകം നൽകുന്ന കോമളൻ, മന്ദസ്മിതം തൂകും സുന്ദരവദനവും സുന്ദരരേഖ ചമയ്ക്കുന്ന ദന്തവും. മന്ദസ്മിതം തൂകും സുന്ദരവദനവും സുന്ദരരേഖ ചമയ്ക്കുന്ന ദന്തവും. ലോലതരംഗങ്ങൾ ചേർന്ന കേശവും ലോലമനോഹര ഭാവവുമാർന്നവൻ. ലോലതരംഗങ്ങൾ ചേർന്ന കേശവും ലോലമനോഹര ഭാവവുമാർന്നവൻ. പ്രഥമ ദർശനത്തിൽ തന്നെ മൃണാളിനിക്ക് ആളെ ഇഷ്ടമായി. സുന്ദരനാണ്, സുമുഖനാണ്, പോരെങ്കിൽ പണക്കാരനും. സ്വർണത്തിന് സുഗന്ധം കൂടി ഉണ്ടെങ്കിൽ പിന്നെ മറ്റെന്തു വേണം? തന്നെയുമല്ല, വീട്ടുകാർ ആലോചിച്ചുറപ്പിച്ചതല്ലേ, അതിൽ കൂടുതലൊന്നും അവളും ചിന്തിച്ചില്ല. ഭദ്രനെ സൗന്ദര്യവൻ വിത്തവൻ വീരൻ യുവാവ്, ഇത്തരത്തിങ്കൽ മാത്രം ഇച്ഛിച്ചോൾ മൃണാളിനി. ഭദ്രനെ സൗന്ദര്യവൻ വിത്തവൻ വീരൻ യുവാവ്, ഇത്തരത്തിങ്കൽ മാത്രം ഇച്ഛിച്ചോൾ മൃണാളിനി. ഒരു ശുഭമുഹൂർത്തത്തിൽ കൊട്ടും കുരവയും ആർപ്പ് വിളികളും ഉയർന്നപ്പോൾ മൃണാളിനിയുടെയും ഭദ്രന്റെയും വിവാഹം സമങ്കളം നടന്നു. അവൾ അച്ഛനമ്മമാരുടെ പാദം തൊട്ടുവണങ്ങി മനസ്സിനിണങ്ങിയ ഭർത്താവുമായി അയാളുടെ വീട്ടിലേക്ക് യാത്രയായി. ആദ്യ രാത്രിയിൽ ഒത്തിരി മധുര പ്രതീക്ഷകളുമായിട്ടാണ് എല്ലാ പെൺകുട്ടികളെയും പോലെ മൃണാളിനിയും മണിയറയിലേക്ക് കയറി ചെന്നത്. ഭർത്താവിന് ഒരു ഗ്ലാസ് പാലുമായി ലജ്ജാവതിയായി നമ്മറ ശിരസിക്കായി മെല്ലെ കയറി ചെന്ന അവൾ അമ്പരന്നുപോയി. ആ മുറി മുഴുവൻ അവൾക്ക് അപരിചിതമായൊരു ദുർഗന്ധം നിറഞ്ഞു നിൽക്കുന്നത് പോലെ. കാലുറയ്ക്കാത്ത ഭദ്രൻ അവളെ തന്നെ നോക്കി നിൽക്കുന്നു, അല്ല ആടി നിൽക്കുന്നു. ഭദ്രനെ സൗന്ദര്യവൻ വിത്തവൻ വീരൻ യുവാവ്, ഇത്തരത്തിങ്കൽ മാത്രം ഇച്ഛിച്ചോൾ മൃണാളിനി. ഭദ്രനെ സൗന്ദര്യവൻ വിത്തവൻ വീരൻ യുവാവ്, ഇത്തരത്തിങ്കൽ മാത്രം ഇച്ഛിച്ചോൾ മൃണാളിനി. തൻ്റെ കഴുത്തിൽ താലി ചാർത്തിയ ഭർത്താവ് സുന്ദരനാണ്, സുമുഖനാണ്, വീരനാണ്. അങ്ങനെയൊക്കെ മൃണാളിനി ചിന്തിച്ചിരുന്നുള്ളൂ. പക്ഷേ ശ്ലാഘ്യമാമച്ചന്ദനമരത്തിനകത്തൊരു മൂർഖൻ പാമ്പിരിപ്പതാൾ മുഗ്ധയാൾ ധരിച്ചീല. സുഗന്ധം പരത്തുന്ന നല്ല ഒന്നാന്തരം ചന്ദനമരമാണ്. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം? ആ മരത്തിൽ ഉഗ്രവിഷമുള്ള ഒരു മൂർഖൻ വസിക്കുന്നു, ആർക്കും അങ്ങോട്ട് അടുക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞതുപോലെ ഭദ്രൻ സുന്ദരനാണ്, സുമുഖനാണ്. പക്ഷേ ഒരു കുഴപ്പം. എന്താ കുഴപ്പം? ഒരു കുറ്റമേയുള്ളൂ. ആ ഒരു കുഴപ്പം മാത്രം. ഒരു കുറ്റമേയുള്ളൂ, കുടി. നമ്മൾ കുടിയെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പച്ചവെള്ളം, മിനറൽ വാട്ടർ, മോരും വെള്ളം, നാരങ്ങാ വെള്ളം, അതൊക്കെ കുടിക്കാം. എന്നാൽ ഇവിടെ അതൊന്നും അല്ലല്ലോ അർത്ഥം. പിന്നെയോ കുടിയൻ എന്ന് പറഞ്ഞാൽ കള്ളുകുടിയൻ അല്ലെങ്കിൽ മദ്യപാനി എന്ന് തന്നെയാണ് അർത്ഥം. സാക്ഷാൽ മദ്യം. കള്ള്, ചാരായം, ബ്രാൻഡി, വിസ്കി, റം, ഇങ്ങനെ മദ്യത്തിന് ഒരുപാട് വകഭേദങ്ങളുണ്ട്. പോസ്റ്റേ കയറി കേട്ടിട്ടുണ്ടോ? ഇത് കഴിച്ചാൽ ആരും ഏതെങ്കിലും ഒരു പോസ്റ്റേലൊന്ന് വലിഞ്ഞ് കയറിയിരിക്കും. മൂലവെട്ടി കേട്ടാൽ തോന്നും മനോഹരമായ ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. എന്നാൽ അതല്ല, ഇത് പ്ലാസ്റ്റിക് കവറിൽ വരുന്ന ഒരു സാധനമാണ്. അതിൻ്റെ മൂല വെട്ടിയാലേ കുടിക്കാൻ കഴിയൂ. മതില് ചാടി ഇത് കഴിച്ചാൽ ഏതൊരുത്തനും ഏതെങ്കിലും ഒരു മതില് ചാടിയിരിക്കും. തല്ലുകൊള്ളി കുടിച്ചിട്ട് ആരുടെയെങ്കിലും തല്ലുകൊള്ളാതെ ഒരുത്തനും വീട്ടിൽ ചെല്ലത്തില്ല. ഇനി അഥവാ ആരുടെയെങ്കിലും തല്ല് കിട്ടിയില്ലെങ്കിൽ വീട്ടിൽ ചെന്ന് ഭാര്യയുടെ തല്ല് മേടിക്കും. ഒരു ദിവസം ഞങ്ങളിങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ് വരുന്ന വഴിക്ക് വഴിയരികിൽ ഒരാൾ കിടക്കുന്നത് കണ്ടു. വണ്ടി നിർത്താൻ ഞാൻ എൻ്റെ ഡ്രൈവറോട് പറഞ്ഞു. ഞാൻ ഇറങ്ങിച്ചെന്ന് നോക്കുമ്പോൾ തൊട്ടപ്പുറത്ത് കലങ്കിലിരുന്ന് 3-4 പേർ സംസാരിക്കുന്നു. എന്നെ കണ്ടപ്പോൾ അവർ പറഞ്ഞു, സാറേ അവനെ വിളിക്കണ്ട, അവനവിടെ കിടന്നോട്ടെ. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ? അല്ല, അവനവിടെ കിടന്നോട്ടെ. അല്ല, എന്താ കാര്യം? വല്ല അപകടം? അപകടമൊന്നുമല്ല. അവൻ യേശു അടിച്ചേച്ച് കിടക്കുക. യേശു അടിച്ചേച്ച് കിടക്കുന്നു. മാനവരാശിക്ക് വേണ്ടി യേശു ഭഗവാൻ ഒരുപാട് അടി വാങ്ങിയിട്ടുണ്ട്. അദ്ദേഹം ആരെയും തല്ലിയതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. അല്ല സാറേ, യേശു
അടിച്ചേച്ച് കിടക്കുക. അവൻ മൂന്നാം പൊക്കവേ എഴുന്നേറ്റ് വരത്തുള്ളൂ. പ്രിയമുള്ളവരെ, ഈ മദ്യപാനികൾ മാനവരാശിക്ക് വേണ്ടി ജീവിതം ഹോമിച്ച സ്വയം ബലിയായിത്തീർന്ന ക്രിസ്തുദേവനെ പോലും വെറുതെ വിടുന്നില്ലല്ലോ എന്നോർത്തുകൊണ്ട് വിഷണ്ണനായി ഞാൻ വണ്ടിയിൽ തിരിച്ചു വന്ന് കയറി. മദ്യത്തിൻ്റെ മനം മടിപ്പിക്കുന്ന മണം നിറഞ്ഞു നിൽക്കുന്ന മണിയറയിലേക്ക് മൃണാളിനി മടിച്ചാണ് കയറി ചെന്നത്. ആ വരണം വരണം വരണം, താ നോക്ക്, നിനക്ക് വേണ്ടി ഞാൻ കൊരുത്ത മുല്ലപ്പൂ മാല. അല്ല, ഇതെന്താ കയ്യിൽ? പാലോ? അയ്യോ അയ്യോ, പാല് വേണ്ട, പാല് വേണ്ട, പിരിഞ്ഞു പോവും. നല്ല ഒന്നാന്തരം അമൃതല്ലേ ഞാൻ കഴിച്ചിരിക്കുന്നത്. മൃണാളിക്ക് വേണോ അമൃത്? ആഹാ, കരയുവാന്നോ? എന്തിനാ കരയുന്നേ? ചോദിച്ച കേട്ടില്ലേ? അസത്തെ ഇന്ന് വല്ലതും ചത്തുപോയി നിന്ന് പോകാൻ. ആദ്യ രാത്രിയല്ലേ, സ്വല്പ രസമായിക്കോട്ടെ എന്ന് കരുതി അല്പം കഴിച്ചുപോയി. അതത്ര വലിയ തെറ്റാന്നോ? എടാ ഭദ്ര, ആദ്യ രാത്രിയല്ലേ, ഒരു ധൈര്യത്തിന് സ്വല്പം വിട്ടേച്ചു പോടാന്ന് അവന്മാര് പറഞ്ഞപ്പോ എന്റെ കൂട്ടുകാരെ ഞാനിത്തിരി കഴിച്ചുപോയി. അതത്ര വലിയ തെറ്റാന്നോ? വാ, വന്ന് കട്ടില് വന്നിരിക്കേ. നാട്ട് പിന്നെ കരയുന്നു. പോയി ഇരിക്കണേ കട്ടിലേ. അയാൾ അവളെ പിടിച്ചാഞ്ഞൊരു തള്ളു വെച്ചു കൊടുത്തു. അവൾ ആ കട്ടിലിൽ പോയി വീണു. മണിയറവാതിലടഞ്ഞു, മധുവിധുരാവു കരഞ്ഞു. മണിയറവാതിലടഞ്ഞു, മധുവിധുരാവു കരഞ്ഞു. മധുര നിലാവു മറഞ്ഞു, മനവും മെയ്യുമുലഞ്ഞു. ഭാരത സ്ത്രീകളുടെ ഭാവശുദ്ധി പണ്ടേ പ്രസിദ്ധമാണ്. പതിവ്രതകളുടെ നീണ്ട നിര പുരാണത്തിൽ കാണാം. ഭർതൃഹൃതത്തിനെതിരെ കമാന്നു മിണ്ടാത്ത മണ്ടികളുടെ പട്ടിക. മൃണാളിനിയും ഭർത്താവിൻ്റെ മദ്യപാനവും മർദ്ദനവും എല്ലാം സഹിച്ചും ക്ഷമിച്ചും ക്ഷമയുടെ അവതാരമായി ജീവിച്ചു. പക്ഷേ മാസങ്ങൾ പലത് കിടന്നപ്പോൾ അവൾക്കൊന്നു മനസ്സിലായി, താൻ നിരാലംബയാണെന്ന്. മൃണാളിനിയുടെ ആഭരണങ്ങൾ ഓരോന്നോരോന്നായി ഭദ്രൻ നശിപ്പിച്ചു. അവസാനം കടം കൊണ്ടു മുടിഞ്ഞ ആ കുടുംബം വീട് വിട്ടിറങ്ങേണ്ടി വന്നു, പെരുവഴിയിലേക്ക്. സ്വന്തം നാടും വീടും വിട്ട് ആരുടെയോ സൗജന്യം പറ്റി ഈ അന്യദേശത്ത് കുടില് കെട്ടി പാർക്കുകയാണ് ഭദ്രനും മൃണാളിനിയും. മാത്രമല്ല, ഇന്ന് അവൾക്കൊരു കുട്ടിയുമുണ്ട്. സൗന്ദര്യവും ആരോഗ്യവും സമ്പത്തും എല്ലാം തികഞ്ഞ ഭദ്രൻ മൂട് കിഴിഞ്ഞ ഒരു പൊൻകുടമായിരുന്നു. തികഞ്ഞ മദ്യപാനി. പണക്കാരനായിരുന്ന ഭദ്രൻ ഇന്നൊരു കൂലിപ്പണിക്കാരനാണ്. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. ആ ഭവാൻ ആരാണ്? മദ്യമല്ലാതെ മറ്റാരുമല്ല. ഇന്നത്തെ കാലത്ത് മദ്യപാനം അത്ര നിഷിദ്ധമൊന്നുമല്ലെന്ന് വേണം കരുതാൻ. മഹാഭൂരിപക്ഷം ജനങ്ങളും മദ്യപരാണ്. മദ്യം വിളമ്പാത്ത ഒരു ചടങ്ങും നമുക്കില്ല. വിവാഹമായാലും മാമോദിസ ആയാലും പിറന്നാൾ ആഘോഷമായാലും എന്തിന് മരണാനന്തര ചടങ്ങിന് പോലും മദ്യമില്ലാതെ പറ്റില്ല. നാടിൻ്റെ മുക്കിലും മൂലയിലും മദ്യഷാപ്പുകളുണ്ട്. വിദേശ മദ്യഷാപ്പുകളുടെ മുമ്പിലെ ക്യൂ കണ്ടാൽ ഇത്ര മാന്യന്മാർ ഈ കോവിഡ് കാലത്ത് പോലും അവിടുത്തെ ക്യൂവിന് ഒരു കുറവുമില്ല. എത്ര സമാധാനപരമായിട്ടാണ് അവർ ക്യൂ നിൽക്കുന്നത്, എത്ര സ്നേഹത്തോടെയാണ് അവർ പെരുമാറുന്നത്. ക്യൂവിൽ നിൽക്കുന്ന ആൾ ക്യൂവിന് വെളിയിൽ നിൽക്കുന്ന ആൾക്കും ഒരു മടിയും കൂടാതെ വേണമെങ്കിൽ വാങ്ങിക്കൊടുക്കും. അനിയ, എനിക്കൊരു ഫുള്ളൂടെ മേടിച്ചോ? ഓ, അതിനെന്താ, മേടിക്കാം. എന്നാ കാശ്? അയ്യോ, കാശ് വേണ്ട, കാശൊക്കെ പിന്നെ തന്നാൽ മതി. എന്തൊരു സ്നേഹം. ഇലക്ട്രിസിറ്റി ഓഫീസിൽ കറണ്ട് ചാർജ് അടയ്ക്കാനുള്ള ക്യൂ ആണെങ്കിലോ ഇതുപോലെ ആരെങ്കിലും സഹായിക്കുമോ? ഓ, വിവരം അറിയും. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കുടിക്കരുത്, കൊടുക്കരുത് എന്നുപദേശിച്ച ശ്രീനാരായണ ഗുരുദേവൻ്റെ പൂമാലയിട്ട ചിത്രത്തിന് മുൻപിലാണ് കള്ളുഷാപ്പിലെ പണപ്പെട്ടി സൂക്ഷിക്കുന്നത്. കൂലിപ്പണിക്ക് പോകുന്ന ഭദ്രൻ
കിട്ടുന്ന കാശ് കള്ള് ഷാപ്പിൽ ഏൽപ്പിച്ചിട്ടേ മടങ്ങി വരികയുള്ളൂ. പാവം അവൻ്റെ ഭാര്യ ഇരുന്നോ വേല ചെയ്തോ വല്ല മട്ടിലും അന്തി അരക്കഞ്ഞിക്കുള്ളരി അവൻ തൻ വധു നേടും. ഇരുന്നോ വേല ചെയ്തോ വല്ല മട്ടിലും അന്തി അരക്കഞ്ഞിക്കുള്ളരി അവൻ തൻ വധു നേടും. അയൽപ്പക്കത്തെ പണക്കാരുടെ വീടുകളിൽ മുറ്റമടിക്കാനും മുറി തുടയ്ക്കാനും തുണി നനയ്ക്കാനും പാത്രം തേച്ച് കഴുകാനും ഒക്കെ പോയാൽ അവരെന്തെങ്കിലും ആഹാരം കൊടുക്കും. അങ്ങനെ കിട്ടുന്നതിൽ 3/4 പങ്കും മൃണാളിനി ഭർത്താവിന് വിളമ്പി വയ്ക്കും. ശേഷിച്ച കഞ്ഞവെള്ളത്തിൽ കണ്ണുനീർ കൂടി ചേർത്ത് ആ പത്രമതി അത്താഴം കഴിക്കും. ഭദ്രന് ശാപ്പാട് കൃത്യമായി കിട്ടിയില്ലെങ്കിൽ ഉള്ള ചട്ടിയും കലവും കൂടി അവൻ തല്ലി പൊട്ടിക്കും. ഒരു ദിവസം രാവിലെ മൃണാളിനി എഴുന്നേറ്റപ്പോ ദാ കുഞ്ഞിനെ നന്നായി പനിക്കുന്നു, ചുട്ടു പൊള്ളുന്നത് പോലെ. അവൾ ഭർത്താവിനെ വിളിച്ചു, ദേ ദേ ഒന്ന് എഴുന്നേറ്റേ, കുഞ്ഞിനെ നന്നായി പനിക്കുന്നു. എവിടെ? അവൻ ഉണരുന്ന മട്ടില്ല. അവൾ അവനെ കുലുക്കി വിളിച്ചു, ദേ ഒന്ന് എഴുന്നേക്കാൻ. എന്താ? കുഞ്ഞിനെ വല്ലാതെ പനിക്കുന്നു, അതിന് മരുന്ന് വാങ്ങണം. എന്റെ കൈ കാശില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ആരോടെങ്കിലും കടം മേടിക്ക്. ഓ നാശം, ഉറങ്ങാനും സമ്മതിക്കത്തില്ല. പുരാഗിക്കൊണ്ട് അവനതാ എഴുന്നേറ്റ് പോകുന്നു. അങ്ങനെ നല്ല പനിയുള്ള കുഞ്ഞിനെ കണ്ടിട്ട് ഭദ്രൻ പോയതാണ്. കുഞ്ഞിന് മരുന്നുമായി വരുന്ന ഭർത്താവിനെ കാത്താണ് അവൾ വിളക്കും കത്തിച്ച് കുത്തിയിരിക്കുന്നത്. പനിയുള്ള കുഞ്ഞിന് കാവലിരിക്കുന്ന ആ അമ്മ ഇന്ന് ഇരക്കാൻ പോയില്ല. ആ അടുപ്പിൽ ഇന്ന് തീ കത്തിച്ചിട്ടില്ല. സമയം അർദ്ധരാത്രി കഴിഞ്ഞു. അതാ വഴിയുടെ വീതി അളന്ന് ആടിയാടി പാട്ടും പാടി അയാൾ വരികയാണ്. ഉന്നത്തങ്ങാടി ഷാപ്പിലും കേറി പള്ള നിറയെ കള്ളും കുടിച്ച്, ഉന്നത്തങ്ങാടി ഷാപ്പിലും കേറി പള്ള നിറയെ കള്ളും കുടിച്ച്, ആടിയാടി എപ്പ വരും നിന്താങ്ങളമാരു പൊന്നേ, ആടിയാടി എപ്പ വരും നിന്താങ്ങളമാരു പൊന്നേ, ആടിയാടി എപ്പ വരും നിന്താങ്ങളമാരു പൊന്നേ, ആടിയാടി എപ്പ വരും നിന്താങ്ങളമാരു പൊന്നേ. കുഞ്ഞിന് മരുന്ന് വാങ്ങാനെന്നും പറഞ്ഞ് ആരോടോ കടം വാങ്ങിയ കാശാണ്. ആ കാശിന് കള്ളും മോന്തി ഭദ്രൻ വരുന്ന വഴിയാണ്. എടീ എടി എന്തോന്ന് ഇവിടെ പേര്? ഓ ഇവക്ക് ഈ പേരിട്ടവനെ കണ്ട അവനിട്ട് വേണം തല്ല. ഓ മുതുകാളി, ഞാൻ മുതുകാളി എന്ന് വിളിക്കും. എടി മുതുകാളി തുറക്കണി അത്. തലയും കാലും ഉറക്കാത്ത ഭദ്രൻ ആടി വന്ന ആ കൂരയുടെ വാതിലിൽ ആഞ്ഞൊരു തൊഴി. ആ വാതിൽ പൊളിഞ്ഞു വീണു. അകത്തേക്ക് കിടന്ന ഭദ്രന്റെ കയ്യിൽ കുഞ്ഞിന് മരുന്നുണ്ടോ എന്നാണ് മൃണാളിനിയുടെ ദുർബല നേത്രങ്ങൾ അന്വേഷിക്കുന്നത്. ശൂന്യമായ കൈ കണ്ട് അവൾ ഞെട്ടിപ്പോയി. നാക്ക് തിരിയാത്ത ഭദ്രൻ ചോദിക്കുകയാണ്, എടേ കുപ്പി എന്ത് ചെയ്യടി? കുപ്പി കൊണ്ടുപോടി, എന്റെ കുപ്പി എടുത്തോണ്ട് വരാൻ. മരുന്ന് കുപ്പി കാത്തിരുന്ന ഭാര്യയോട് ഭദ്രൻ മദ്യക്കുപ്പി ചോദിക്കുകയാണ്. അവൻ്റെ സ്വബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു. പനിച്ചു കിടക്കുന്ന തൻ്റെ ബീജത്തിൽ പിറന്ന പിഞ്ചു കുഞ്ഞിനെ ഒന്ന് നോക്കുവാൻ പോലും അയാൾക്ക് സാധിക്കുന്നില്ല. മനുഷ്യൻ മൃഗമായിരിക്കുന്നു. ഇനിയും കുപ്പി വേണമത്രേ. മൃണാളിനിയിലെ സ്ത്രീ ഉണരുകയാണ്. ശാന്തിയായ അവൾക്ക് രുദ്രയാകാനും കഴിയും. അങ്ങേക്ക് ഇനിയും കുപ്പി വേണമല്ലേ? അങ്ങേക്ക് ഇനിയും കുപ്പി വേണമല്ലേ? ഇതാ അങ്ങ് തന്ന തങ്ക കുപ്പി. മൃണാളിനി തൻ്റെ അരുമക്കുഞ്ഞിനെ വാരിയെടുത്ത് മതാന്ധനായി നിൽക്കുന്ന ഭദ്രന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. കുപ്പിയോ? കൊള്ളാമല്ലോടി, ഇത് നല്ല കുപ്പിയാണല്ലോടി. നീ ഇത് പാർത്ത് വെച്ചിരിക്കുകയായിരുന്നല്ലേ? ആ പിശാചേവമോദി പൈതലിൻ കഴുത്തിങ്കൽ കോർക്കടപ്പെടുക്കുവാൻ പോലവേ കൈവയ്ക്കുന്നു. ആ പിശാചേവമോദി പൈതലിൻ കഴുത്തിങ്കൽ കോർക്കടപ്പെടുക്കുവാൻ പോലവേ കൈവയ്ക്കുന്നു. മേൽക്കുമേലേങ്ങി തേങ്ങി പൈതലും കരയുന്നു, മേൽക്കുമേലേങ്ങി തേങ്ങി പൈതലും കരയുന്നു. കുപ്പി ചോദിച്ചു നിന്ന ഭദ്രൻ ഇത് നല്ല കുപ്പിയാണല്ലോടി എന്ന് പറഞ്ഞ് കോർക്കിന്റെ അടപ്പൂരുന്നത് പോലെ ആ കുഞ്ഞിന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കുന്നു. ആ പിഞ്ചു കുഞ്ഞിന് ശ്വാസം മുട്ടി.
കണ്ണുകൾ പുറത്തേക്ക് തള്ളുന്നു. അയ്യോ, ഒരു ആവേശത്തിന് കുഞ്ഞിനെ എടുത്ത് ആ പിശാചിന്റെ കയ്യിൽ കൊടുത്തതാണ്. അയ്യോ, എന്റെ കുഞ്ഞ്, എന്റെ കുഞ്ഞ്, കുഞ്ഞിനേക്കിതാ. മണ്ണാളിനി വാവിട്ട് നിലവിളിച്ചു. അയ്യോ ചതിക്കല്ലേ, കുഞ്ഞിനെ കൊല്ലല്ലേ, അയ്യവും വിളിയുമായി താണു വീണിരക്കുന്നു. അയ്യോ ചതിക്കല്ലേ, കുഞ്ഞിനെ കൊല്ലല്ലേ, അയ്യവും വിളിയുമായി താണു വീണിരക്കുന്നു. അയ്യോ, അയ്യോ, എന്റെ കുഞ്ഞ്, എടാ ദുഷ്ട. കുഞ്ഞിന്റെ ഞരക്കത്തോടൊപ്പം ഉയർന്ന അമ്മയുടെ അലർച്ച ഞെട്ടിത്തെറിപ്പിക്കുന്നതായിരുന്നു. പെട്ടെന്നു മിന്നൽ പിണർ ഹൃത്തട്ടിലേതോ ഏറ്റമട്ടിൽ തൻകരം കുഞ്ഞിൻ കണ്ഠത്തിൽ നിന്നും നീക്കി. ബോധമില്ലാത്തവന് പെട്ടെന്ന് ബോധമുണ്ടായതുപോലെ കുഞ്ഞിന്റെ കഴുത്തിൽ നിന്നും അവന്റെ പിടി അയഞ്ഞു. ആർത്തലയ്ക്കുന്ന ഭാര്യയെ അവൻ കണ്ടു. നിമിഷങ്ങൾ നിശ്ചലമായി നിന്ന അവൻ പിഞ്ചു കുഞ്ഞിനെ മാറോടണച്ചുമ്മ വെച്ചു. ഭാര്യയെ തലോടി ആശ്വസിപ്പിക്കുന്നു. ഇരുട്ടുകൊട്ടയിൽ വെളിച്ചത്തിന്റെ നേരിയ രശ്മികൾ ചെകുത്താൻ ദൈവമായി മാറുകയോ? സ്നേഹത്തിന്റെ അദൃശ്യ വീചികൾ അവരെ ബന്ധിച്ചു. ഉന്മേഷം വീണ്ടെടുത്ത ഭദ്രൻ പ്രതിജ്ഞ ചെയ്യുകയാണ്. ഇല്ല, ഞാൻ കുടിക്കില്ല, മേലിലൻ കുടുംബത്തിൽ അല്ലൽ തീർക്കുവാനായി എന്നും ഞാൻ അധ്വാനിക്കും. ഇല്ല, ഞാൻ കുടിക്കില്ല, മേലിലൻ കുടുംബത്തിൽ അല്ലൽ തീർക്കുവാനായി എന്നും ഞാൻ അധ്വാനിക്കും. എന്റെ കുടുംബം നശിപ്പിച്ച ഈ മദ്യം ഞാനിനി ഉപയോഗിക്കില്ല. ഇത് സത്യം, സത്യം, സത്യം. മൃണാളിനിയുടെ സമയോചിതമായ പ്രവൃത്തി ആ കൊച്ചു കുടുംബത്തിന്റെ ഭാവി ഭദ്രമാക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. കഥ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.